ഹരേ കൃഷ്ണ. നമ്മളങ്ങനെ ഭഗവാന്റെ ഒരു അതിയായ കാരുണ്യം കൊണ്ട് 5 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഇനിയും 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 6-ാമത്തെ അധ്യായം പൂതനാമോക്ഷമാണ്. ഭഗവാന് ഈ 5 അധ്യായങ്ങൾ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ ഭഗവാൻ തന്നെ ഇനിയുള്ളതും വേണ്ട വിധത്തിൽ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങളെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് മാതാപിതാക്കന്മാരെ തൊഴുതുകൊണ്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കട്ടെ. ഈ 6-ാമത്തെ അധ്യായം നമ്മൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു നിർത്തിയിരുന്നു. കപ്പം കൊടുക്കുവാനായി കംസൻ്റെ കൊട്ടാരത്തിൽ പോയ നന്ദഗോപര് തിരികെ വരുമ്പോൾ വസുദേവർ ഒരു സൂചന കൊടുക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. അങ്ങെളുപ്പം തിരികെ നന്ദഗൃഹത്തിലേക്ക് തിരികെ പോയിക്കോളൂ, ഇവിടെ അധിക സമയം തങ്ങരുത് എന്നൊരു സൂചന കൊടുക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. ഇനിയും അതിൻ്റെ തുടർച്ചയായിട്ട് ശ്രീശുക മഹർഷി ഇവിടെ പറയുകയാണ്, ആ വസുദേവര് അങ്ങനെ പറഞ്ഞത് എന്തായാലും അസത്യമാവില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വഴിനീള നന്ദഗോപര് ആ ശ്രീഹരി ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതേ സമയം ഗോകുലത്തിലാകട്ടെ കംസന് ആജ്ഞാപിച്ചതുകൊണ്ട് അവിടെ ബാലഘാതിനിയായിട്ടുള്ള പൂതന അങ്ങനെ എല്ലാ നഗരം തോറും ഗ്രാമം തോറും വ്രജം തോറും അങ്ങനെ നടന്ന് ശിശുഹത്യയുമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ലീല നടത്തിക്കൊണ്ട് നീങ്ങുകയായിരുന്നു. ഇവിടെ പൂതനയ്ക്ക് എത്താൻ പറ്റുന്നത് ഭഗവൻ നാമ സങ്കീർത്തനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ശ്രവണാദികളോ ഒന്നുമില്ലാത്ത ദിക്കിലും ഒക്കെ മാത്രമേ ഈ രാക്ഷസികൾക്ക് ചെന്നെത്താനാവുകയുള്ളൂ. അങ്ങനെ അന്നൊരിക്കൽ പക്ഷെ ഇവിടെ ഇപ്പോൾ ഭഗവാനുണ്ട്, സദാ ഭഗവാന്റെ നാമങ്ങളാണ് ഇവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന. ഭഗവാനെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ, ആ ഒരു നന്ദഗോപരുടെ ഉണ്ണിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ടും ഇവിടേക്ക് എത്തിപ്പെട്ടത് അതും ഭഗവത് പ്രേരിതമാണ്. കത്തിച്ചു വച്ചിരിക്കുന്ന ദീപനാളത്തിൻ്റെ സമീപത്തേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് പോലെ കാലം എത്തുമ്പോൾ അസുരരും തൻ്റെ ഗതിയെ മാറ്റിമറിക്കാനായി ആ ഭഗവത്പാദങ്ങൾ തേടിയെത്തുന്നത് പോലെ ഇവിടെ അങ്ങനെ അന്നൊരിക്കൽ ആ ഗോകുലത്തിൽ കാമരൂപിണിയായിട്ടുള്ള പൂതന മായാസുന്ദരിയായിട്ട് നന്ദഗോപരുടെ ഗൃഹത്തിലും എത്തിച്ചേർന്നു. ആ സുന്ദരിക്ക് ആകട്ടെ സുന്ദരിയുടെ ശരീരവർണ്ണന ഇവിടെ നടത്തുന്നുണ്ട് ഈ അധ്യായത്തിൽ വ്യാസഭഗവാനും. നിതംബഭാരവും തടിച്ച സ്ഥലങ്ങളും ഒക്കെയായിട്ട് നേർത്ത അരക്കെട്ടും അങ്ങനെ ഇളകിയാടുന്ന തോടകൾ കാതിൽ കടന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. മുടിക്കെട്ടിലാണെങ്കിൽ മുല്ലമാല അണിഞ്ഞിട്ടുണ്ട്, പൂഞ്ചേല ഉടുത്തിട്ടുണ്ട്. അതുപോലെ ആ നോട്ടം വളരെ സുസ്മിതമായിട്ടുള്ള ഒരു ചാരുനാട്ടവും ഒക്കെ പൂണ്ട ആ മോഹന രൂപത്തെ കണ്ടിട്ട് ഇവിടെ ഗോപാംഗനമാരെന്താ വിചാരിച്ചതെന്ന് കൂടി വ്യാസമഹർഷി ഒരു ഉപമ പറയുന്നുണ്ട്. തൻ്റെ പ്രിയ പതിയായ ഭഗവാനെ കാണാൻ ആ സാക്ഷാൽ ലക്ഷ്മീദേവി ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് തോന്നുമാറാണത്രേ ഈ സുന്ദരിയുടെ വരവ്. അങ്ങനെ ആ ഒരു മോഹന രൂപത്തെ കണ്ടിട്ട് ശിശുക്കളെയൊക്കെ തേടി നടന്ന് നന്ദഗ്രഹത്തിലും എത്തിച്ചേർന്ന ആ പൂതന എപ്രകാരമായിരുന്നു എന്ന് ഇവിടെ വ്യാസഭഗവാൻ മറ്റൊരു ഉപമയിലൂടെ പറയുന്നു. ഭസ്മത്താൽ അഗ്നി എപ്രകാരമാണോ മൂടപ്പെടുന്നത് അപ്രകാരമാണ് അത്രേ അവിടേക്ക് വന്ന ആ പൂതനയുടെ മുൻപിൽ ഭഗവാൻ കിടന്നു കൊടുത്തത്, ആ ഉണ്ണിക്കണ്ണൻ കിടന്നു കൊടുത്തത് അത്രേ. അങ്ങനെ അവിടെ മെത്തയിൽ ശയിക്കുകയായിരുന്നു ആ ഉണ്ണിക്കണ്ണൻ. ഇവിടെ ബാലഘാതകിയാണെന്നുള്ളത് ഭഗവാന് എല്ലാം അറിയുന്ന ഭഗവാന് നന്നായിട്ട് മനസ്സിലായി പൂതനയെ കണ്ടപ്പോൾ എന്തിനാണ് വരവെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ണുകൾ അങ്ങ് അടച്ചു അത്രേ. തൻ്റെ കാരുണ്യ കടാക്ഷം ഇനിയും ഇവളിൽ പതിയാൻ ഇവൾ യോഗ്യയല്ല, ഇവൾക്ക് ഗതി കൊടുക്കേണ്ടത് മറ്റൊരു വിധത്തിലാണ്. മാതൃഭാവത്തിൽ എന്നെ സമീപിക്കാൻ പോകുന്ന ഈ പൂതനയ്ക്ക് മകൻ്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ണിയായി തന്നെ മോക്ഷം കൊടുക്കാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചുറച്ചതുപോലെ കണ്ണുകൾ അങ്ങോട്ട് അടച്ചു. ആ പൂതനയാകട്ടെ കയറാണെന്ന് കരുതി തൻ്റെ മുന്നിൽ കിടന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചതുപോലെ ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കൊടും വിഷം
തേച്ചിരുന്ന തൻ്റെ സ്തനങ്ങളെ ആ ഉണ്ണിയുടെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇവിടെ ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ആ രോഹിണി ദേവിക്കാകട്ടെ യശോദാമ്മയ്ക്കാകട്ടെ മറ്റ് സംശയങ്ങളൊന്നും തോന്നാതിരുന്നത് കൊണ്ട് അതിസുന്ദരിയായ ഈ സ്ത്രീ അങ്ങനെ തൻ്റെ ഉണ്ണിക്ക് പാല് കൊടുക്കുന്നത് കണ്ട് നിർനിമേഷരായി നോക്കി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ആ ഉണ്ണി പാല് വലിച്ചു കുടിക്കുമ്പോൾ ആ നിമിഷമെത്തിയപ്പോൾ, ആ പൂതനയ്ക്ക് ജീവൻ വെടിയേണ്ട നിമിഷമെത്തിയപ്പോൾ ഭഗവാൻ തന്നെ ആ ജീവൻ അങ്ങോട്ട് സ്വയം വലിച്ചെടുത്തു. ഒടുവിൽ ആ ജീവൻ പോകുന്ന ആ പ്രാണവേദനയിൽ വിടൂ വിടൂ എന്ന് പറഞ്ഞിട്ട് ആ പൂതന കരയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ വിടുമോ? ഭഗവാനെ തേടി വന്നതല്ലേ. ഭഗവാൻ വിട്ടില്ല, അങ്ങോട്ട് ചേർത്ത് കളഞ്ഞു ഭഗവാനോട്. അങ്ങനെ ആ പൂതന തൻ്റെ നിജരൂപം പൂണ്ടുകൊണ്ട് ആ ഘോരമായ ഒരു നാദത്തോടു കൂടി കൈകാലിട്ടടിച്ചുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ പതിച്ചു. ആ പതിച്ചപ്പോൾ ഇവിടെ വ്യാസഭഗവാൻ പറയുന്നുണ്ട്, 6 വിളിപ്പാട് അകലെ വരെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രകമ്പനം മാറ്റൊലിക്കൊണ്ടു എന്നാണ്. അതും അവിടെ പൂതനയുടെ ശരീരത്തെ വർണ്ണിക്കുന്നുണ്ട്. ആ വീണ് കിടക്കുന്ന ശരീരത്തെ കണ്ടു കഴിഞ്ഞാൽ അത്രേ കരിക്കോൽ പോലത്തെ നീണ്ട ദംഷ്ട്രയും ഗുഹ പോലുള്ള നാസികയും ഒക്കെ ആയിരുന്നു അത്രേ. അതുപോലെ തന്നെ മുടിയാണെങ്കിലോ ചെമ്പിച്ച ജടാഭാരമായിരുന്നു. വലിയ കൂറ്റൻ പാറക്കെട്ടിന് തുല്യമായിട്ടുള്ള മാറിടവും അതുപോലെ തന്നെ മണൽത്തിട്ടൊത്ത ജഘനവുമൊക്കെ ആയിരുന്നു അത്രേ. കണ്ണുകൾക്കാണെങ്കിൽ കിണറുകളുടെ ആഴമായിരുന്നു. അത്രമാത്രം ഭീകര സ്വരൂപമായിരുന്നു ആ പൂതനയുടേത്. അങ്ങനെ ഈ ഒച്ച കേട്ട് അവിടേക്ക് ഓടി വന്ന ആ ഗോകുലത്തിലുള്ള സ്ത്രീകളൊക്കെ പക്ഷേ അവരൊക്കെ ഞെട്ടി വിറച്ചുവെങ്കിലും ആ മാറിൽ നിർഭയം കളിക്കുകയായിരുന്നു നമ്മുടെ ഈ അരുമക്കുഞ്ഞ്, നമ്മുടെ ഈ പൊന്നുണ്ണിക്കണ്ണൻ. അങ്ങനെ യശോദാമ്മയും മറ്റു ഗോപസ്ത്രീകളും ഒക്കെ കൂടി കുഞ്ഞിനെ ആ ഭീകര സ്വരൂപത്തിൻ്റെ മാറിൽ നിന്നും താഴെ ഇറക്കി ഒടുവിൽ ഗോമൂത്രത്തിൽ കുളിപ്പിച്ച് കുഞ്ഞിന് ഒരു കേടും വരരുതല്ലോ എന്ന് കരുതി കുഞ്ഞിന് വേണ്ട ബാലരക്ഷകളൊക്കെ ചെയ്തു. ഗോമൂത്രത്തിൽ കുളിപ്പിക്കുക, അതുപോലെ 12 അംഗങ്ങളിലും ഭഗവാന്റെ 12 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തിലകം തൊടുവിക്കുക. അങ്ങനെ പിന്നെ ഓരോ അംഗങ്ങളുടെ വർണ്ണനയുണ്ട്. ഓരോ അംഗങ്ങളിലും ഏതേത് നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് തിലകങ്ങൾ തൊടുവിച്ചത് എന്നിങ്ങനെയുള്ള വർണ്ണനകൾ നമുക്കവിടെ കാണാം. അങ്ങനെ പിന്നെ ഈ ശ്രീശുക മഹർഷി അങ്ങനെ കഥകൾ തുടരുകയാണ്. ഈ ഭഗവാന്റെ പൂതനാമോക്ഷത്തിൻ്റെ കഥ അവിടെ പറയുകയാണ്. പിന്നെയും പറയുകയാണ്, അങ്ങനെ സ്നേഹത്തോടെ ഗോപികമാരൊക്കെ രക്ഷ ചെയ്ത ആ പൊന്നുണ്ണിക്കണ്ണനെ ആ യശോദാമ്മ എളുപ്പം മടിയിലിരുത്തി മുലപ്പാലേകി. കാരണം കുഞ്ഞു വല്ലാതെ ഭയന്നിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കില്ലല്ലോ. ഇപ്പോൾ കുഞ്ഞ് നന്നായി പാല് കുടിച്ചു. അതുകൊണ്ട് ആ യശോദാമ്മയ്ക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ സമാധാനമായി. കുഞ്ഞിന് അപകടമൊന്നും പറ്റിയിട്ടുമില്ല, ഭയന്നിട്ടുമില്ലല്ലോ എന്നോർത്ത്. ഈ സമയത്താണ് നന്ദഗോപര് കംസൻ്റെ കൊട്ടാരത്തിൽ നിന്നുമുള്ള മടങ്ങി വരവ്. ഇവിടെ വരുമ്പോൾ കാണുന്നതാകട്ടെ ഈ ഭീകര സ്വരൂപിയെയും. അപ്പോൾ നന്ദഗോപര് മനസ്സിൽ വിചാരിക്കുകയാണ്, ആ വസുദേവർ ഈ അശുഭ ലക്ഷണങ്ങളൊക്കെ മുന്നേ കൂട്ടി പറഞ്ഞു. അപ്പോൾ ഇനി ഈ വസുദേവർ വല്ല മഹർഷിയോ യോഗശ്രേഷ്ഠനോ വല്ലരും ആയിരിക്കുമോ? ഏതായാലും പറഞ്ഞ വാക്ക് പൊളിയായില്ലല്ലോ എന്നിങ്ങനെയൊക്കെ നന്ദഗോപര് ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉണ്ണി സുരക്ഷിതനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ താഴെ പതിച്ച് കിടന്നിരുന്ന പൂതനയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി മഴുവെച്ച് വെട്ടി നുറുക്കി വിറകുകളും കൂടി ചേർത്ത് കൂട്ടിയിട്ട് അങ്ങനെ കത്തിച്ചു. ഇവിടെ സാധാരണ ഒരു ശവശരീരം കത്തിക്കുമ്പോൾ ഒരു ദുർഗന്ധം വമിക്കുമെങ്കിൽ പോരായെങ്കിൽ ഇതാകട്ടെ, ഈ പൂതനയാകട്ടെ പാപങ്ങളുടെ കേന്ദ്രവുമാണ്, ഇരിപ്പിട സ്ഥലമാണ്, ധാരാളം ശിശുക്കളെ വധിച്ചിട്ടുള്ള വരവാണ്. പക്ഷെ ഇവിടെ അവസാനം വന്നെത്തിയത് ആ ഭഗവാന്റെ അടുത്തായതുകൊണ്ട് തന്നെ ആ ഭഗവാന് സ്തന്യം കൊടുത്തുകൊണ്ടാണ് അവസാനം ജീവൻ വെടിഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ആ പാപങ്ങളെ മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് ഇല്ലാതാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ആ പൂതനയുടെ ശരീരം കത്തിച്ചപ്പോൾ അവിടെ ആകെ ഒരു സുഗന്ധം അങ്ങ് പരന്നു അത്രേ. ഇവിടെ വ്യാസഭഗവാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ
ഒരു അമ്മയുടെ ഭാവത്തിൽ ഭഗവാനെ മുലയൂട്ടിയ മഹാപാപങ്ങളുടെ ഒരു സംഗമവേദിയായിട്ടുള്ള പൂതനയ്ക്ക് മോക്ഷം കൊടുത്തുവെങ്കിൽ പ്രേമപ്രകർഷത്തോടു കൂടി ഭഗവാനെ മുലയൂട്ടിയ ആ ഗോപസ്ത്രീകൾക്കും യശോദാമയ്ക്കും ഒക്കെ മോക്ഷം കിട്ടാതെ, മോക്ഷമല്ലാതെ മറ്റെന്താണ് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഇത് ദുർലഭമാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആ പൂതനയുടെ മടിയിൽ ഭഗവാൻ തൻ്റെ പാദങ്ങളിട്ട് ഇളക്കി കളിച്ചതാണ്. ഭഗവത്പാദ സ്പർശവും ഏറ്റതാണ് ആ പൂതന. അതുകൊണ്ട് തന്നെ ആ പൂത എല്ലാം ഇല്ലാതെയാക്കി, ആ അശുദ്ധികളെല്ലാം, മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയാക്കി, പാപങ്ങളെല്ലാം ഇല്ലാതെയാക്കിയാണ് ഭഗവാൻ അങ്ങോട്ട് വിട്ടത്, മോക്ഷം കൊടുത്തത്, ആ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഇടയാക്കിയത്. ഇങ്ങനെ മോക്ഷദായകനായിട്ടുള്ള ആ ഭഗവാനെ ആരാരൊക്കെ ഇങ്ങനെ പുത്രഭാവത്തിൽ കണ്ടുകൊണ്ട് സേവിക്കുന്നുണ്ടോ, അതിന് സ്ത്രീ ആവണമെന്നില്ല മാതൃഭാവം വരാൻ. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടാൽ ആർക്കാണ് ആ ഒരു മാതൃഭാവം ഉള്ളിൽ അങ്കുരിക്കാത്തത്? അങ്ങനെ ആർക്കാർക്കെല്ലാം ഈ ഒരു മാതൃഭാവം വരുന്നുണ്ടോ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പൂതനാമോക്ഷം ലീല, ഭഗവാന്റെ ഈ ഒരു ബാലലീല സശ്രദ്ധം കേൾക്കുന്നവരാരൊക്കെയാണോ അവർക്കൊക്കെ നന്നായി ഭഗവത് ഭക്തി ഉണ്ടാകും. ഭഗവാൻ അവർക്ക് ഒരു മോക്ഷഗതിയെ കൊടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നന്ദഗോപരൊന്ന് സ്വസ്ഥമായിട്ട് വന്നിട്ട് തൻ്റെ ഉണ്ണിയെ അങ്ങോട്ട് വാരിയെടുക്കുന്നത്. ആ വാരിയെടുത്തിട്ട് ആനന്ദലഹരിയിൽ മുഴുകി അങ്ങനെ നിൽക്കുകയായി നന്ദഗോപര്. നന്ദഗോപർക്ക് പറയാൻ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. കാരണം ഇത്ര വലിയ രാക്ഷസിയെ കൊന്ന തൻ്റെ ഈ ഉണ്ണി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ഈ ഉണ്ണി മനുഷ്യനാൽ സാധ്യമല്ലാത്തതൊക്കെ സാധിപ്പിക്കുന്ന ഈ ഉണ്ണി നിസ്സാരനല്ല എന്ന് നന്ദഗോപർക്ക് നന്നേ ബോധ്യപ്പെട്ടു. ആ പരമാനന്ദ ലഹരിയിൽ അങ്ങനെ മുഴുകി നിൽക്കുന്ന വസുദേവരെ നമുക്കും നന്ദഗോപരെ നമുക്കും മനസ്സിൽ സങ്കല്പിച്ച് ആ സുഹൃതിയുടെ പാദങ്ങളിൽ വീണു നമിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച വാക്കുകളൊക്കെ ഭഗവാന്റെ തന്നെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭഗവാൻ ഈ അധ്യായം വേണ്ട വിധത്തിൽ തന്നെ ഭഗവാൻ സങ്കല്പിച്ചതുപോലെ, ഭഗവാൻ നിശ്ചയിച്ചതുപോലെ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവവും അവിടുത്തെ സങ്കല്പമാണ് ഭഗവാനെ. മനുഷ്യർ കണക്കുകൾ കൂട്ടുമ്പോഴും അവിടുന്നാണ് അന്തിമ വിധി പറയുന്നത്. ശരിതെറ്റുകളുടെ നിർണയം, എങ്ങനെയെല്ലാം ഭവിക്കണമെന്ന് നിർണയിക്കുന്നതെല്ലാം അവിടുന്നാണ്. അവിടുത്തെ പാദങ്ങളിൽ സർവവും സമർപ്പിക്കുകയാണ്. പൂജാപുഷ്പങ്ങളായി ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ച വാക്കുകൾ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.